നവരാത്രി ആഘോഷങ്ങളിലാണ് നാട്. വിവിധ സംഘടനകളുടെയും സമൂഹ മഠങ്ങളുടെയും ആഭിമുഖ്യത്തിൽ ഭക്തിയുടെ നിറക്കാഴ്ചകളുമായി ബൊമ്മക്കൊലുകൾ ഒരുക്കിയിരിക്കുകയാണ്. വിവിധ ചടങ്ങുകളും നവരാത്രി ആഘോഷങ്ങളുടെ ഭാഗമായി നടക്കുകയാണ്. ഇടപ്പള്ളി ബ്രാഹ്മണ സമൂഹ മഠം ഹാളിൽ നിന്ന് തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. നവരാത്രി ആഘോഷങ്ങളുടെ നിറവിലാണ് നാട്. വിവിധ പരിപാടികളോടെയാണ് നവരാത്രി ആഘോഷങ്ങൾ നടക്കുന്നത്. നമ്മളിപ്പോൾ നിൽക്കുന്നത് ഇടപ്പള്ളി ബ്രാഹ്മണ സമൂഹ മഠത്തിലാണ്. അവിടെ ബൊമ്മക്കൊലുകളെല്ലാം ഒരുക്കി നവരാത്രി ആഘോഷങ്ങൾ വളരെ നേരത്തെ തന്നെ തുടങ്ങിയിരുന്നു. തിങ്കളാഴ്ച മുതൽ തന്നെ ബൊമ്മക്കൊലുകൾ ഇവിടെ ഒരുക്കി വലിയ ആഘോഷ പരിപാടികളും ചടങ്ങുകളും എല്ലാം തന്നെയാണ് ഇതോടനുബന്ധിച്ച് നടക്കുന്നത്. എങ്ങനെയെല്ലാമാണ് ഇവിടുത്തെ ചടങ്ങുകൾ എന്നത് സംബന്ധിച്ച് അതിൻ്റെ പ്രസിഡന്റ് അദ്ദേഹത്തോട് തന്നെ നമുക്ക് ചോദിക്കാം. എങ്ങനെയാണ് ഇവിടുത്തെ ഇതിനോടനുബന്ധിച്ച് നടക്കുന്നത്? നവരാത്രിയോടനുബന്ധിച്ച് 9 ദിവസവും കൊലുവെക്കും. കൊല്ലൊരു ദിവസം പൂജയുണ്ടായിരിക്കും. അതുകൂടെ എല്ലാ ദിവസവും വൈകുന്നേരം സായങ്ങളിൽ ഭഗവതി സേവ നടത്തുന്നുണ്ട്. പിന്നെ ഒരു ദിവസം ലക്ഷാർച്ചന രാവിലെ, ഈ വർഷത്തെ ലക്ഷാർച്ചന 28-ാം തീയതി ഞായറാഴ്ച രാവിലെ 6 മണിക്ക് തുടങ്ങും. എല്ലാ ദിവസങ്ങളിലും ഉണ്ടാകും. ത്രികാല പൂജ എന്ന് പറഞ്ഞത് മഹാനവമി എന്ന് നടക്കും. വിദ്യാരംഭം രാവിലെ 7 മണിക്ക് തുടങ്ങിയിട്ട് എഴുത്തിനെടുത്ത് അങ്ങനെ എല്ലാ പൂജകളും നടത്തുന്നതായിരിക്കും. എല്ലാ വർഷവും തുടർച്ചയായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നതാണ്. ഞങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട വിശേഷങ്ങളിലൊന്നാണ് നവരാത്രി മഹോത്സവം. എങ്ങനെയാണ് എല്ലാ പ്രാവശ്യവും പങ്കെടുക്കാറുണ്ട്? എങ്ങനെയൊക്കെയാണ് പങ്കെടുക്കാറുണ്ട്. എന്തൊക്കെയാണ് ഇതിന്റെ പ്രത്യേകതകൾ? എങ്ങനെയൊക്കെയാണ്? ദേവിയുടെ പൂജ എന്ന് പറഞ്ഞാൽ ഈ ശരൺ നവരാത്രി എന്ന് പറയുന്നത് ദേവിക്ക് ഏറ്റവും വിശേഷപ്പെട്ട 9 ദിവസങ്ങളാണ്. അപ്പം നമ്മുടെ ജീവിതത്തിലെ എല്ലാ പുരോഗതിക്കും വേണ്ടി പ്രാർത്ഥിക്കാനുള്ള ദിവസങ്ങളാണ്. നമുക്ക് ഏറ്റവും കൂടുതൽ ശ്രദ്ധ കിട്ടാനാണ്, ഓരോ മനുഷ്യനും വേണ്ടത് ഏറ്റവും കൂടുതൽ ശ്രദ്ധയാണ്. ആ ശ്രദ്ധ നമുക്ക് കൂടുതൽ കിട്ടാൻ വേണ്ടിയാണ് ദേവി ഈ 9 ദിവസവും നമ്മൾ ശ്രദ്ധയോടുകൂടി ദേവിയെ ഭജിക്കും. ആ ഭജിക്കുന്നതിൻ്റെ പുണ്യം നമുക്ക് തീർച്ചയായിട്ടും എല്ലാവർക്കും കിട്ടും. അതിനാണ് നവരാത്രിക്ക് എല്ലാ ദിവസവും, പിന്നെ നവരാത്രിയുടെ സമയത്ത് ഈ 9 ദിവസങ്ങളും എല്ലാ ഇപ്പം നിങ്ങളിവിടെ കാണുന്നത് പോലെ തന്നെ എല്ലാവരും സമൂഹത്തിൽ വെച്ച് കാണും. വരുന്നവർക്കൊക്കെ ഐശ്വര്യത്തിൻ്റെ പ്രതീകം ായിട്ട് വെറ്റല, പാക്ക്, പഴം, ബ്ലൗസിൻ്റെ തുണി, അങ്ങനെ കുറച്ച് സാധനങ്ങൾ, ഐശ്വര്യത്തിൻ്റെ സാധനങ്ങൾ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്ത് മേടിക്കും. ഇവിടെ സമൂഹത്തിലും കൊടുക്കും, എല്ലാവരുടെയും വീടുകളിലും പോയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്ത് മേടിക്കും. ദേവിയുടെ കടാക്ഷം എല്ലാവർക്കും ഉണ്ടാക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. എല്ലാ വർഷവും നമ്മൾ നടത്താറുണ്ട്. ഇത് വന്നിട്ട് പൂജയുണ്ടാവും, വചനയുണ്ടാവും, പാട്ടുകച്ചേരി ഉണ്ടാവും, വയലിൻ മ്യൂസിക്, ഇങ്ങനെ പലതും ഉണ്ടാവും. പിന്നെ 9 ദിവസത്തെ പൂജ, ഭഗവത് സേവയ്ക്ക് അടക്കമുള്ള പൂജയാണ് ഉണ്ടാവുക. അപ്പോൾ അതിപ്പോൾ വർഷങ്ങളായിട്ട് നടത്തുന്നതാണ് ഇടപ്പള്ളി ബ്രാഹ്മണ സമൂഹം. എല്ലാ വർഷവും നന്നായി തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയും അങ്ങനെ പോകട്ടെ എന്ന് ഞാൻ ഇത്തരത്തിൽ വലിയ, അതായത് ഒരു കൂട്ടായ്മയായി തന്നെയാണ് ഈ ആഘോഷങ്ങൾ, നവരാത്രി ആഘോഷങ്ങൾ നടക്കുന്നത്. കുടുംബസമേതം അവർ ഈ ഒരു ആഘോഷങ്ങളിൽ ആദ്യാവസാനം തന്നെ പങ്കെടുക്കുന്നു. പല ഭാഗങ്ങളിൽ നിന്ന് ഇവിടെ എത്തിക്കൊണ്ട് കുട്ടികളും സ്ത്രീകളും പുരുഷന്മാരും എല്ലാം തന്നെ ഒരുപോലെ ഈ ആഘോഷങ്ങളുടെ ഭാഗമായി മാറുന്ന ഒരു കാഴ്ച തന്നെയാണ് നമുക്ക് ഇവിടെ എല്ലായിടത്തും തന്നെ കാണാൻ കഴിയുന്നത്. അവർക്കെല്ലാം ഈ നവരാത്രി ആഘോഷങ്ങളുടെ നിറവിൽ തന്നെയാണ് നാട് എങ്ങുമുള്ളത്.